ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. കേറ്റഡ് എല്ലാ കാറ്റഗറിക്കാർക്കും യൂസ്ഫുൾ ആവുന്ന കോമൺ പെഡഗോജിയുടെ മാരത്തോൺ ക്ലാസ്സസ് ആണ്. ഇന്നലെ നമ്മൾ 2 ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ സബ്ജക്റ്റിനകത്ത് 30 മാർക്കിൻ്റെ പെഡഗോജി ഉണ്ട്. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മൾ കോമൺ ആയിട്ട് എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റുകാർക്കും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. നമ്മൾ ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ടോപ്പിക്ക് ബ്ലൂംസ് ടാക്സോണമി ആണ്. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. നമുക്ക് എന്താണ് സബ്ജക്റ്റിൻ്റെ അകത്തും അതുപോലെ നമ്മുടെ സൈക്കോളജിയുടെ അകത്തും എല്ലാം ചോദിക്കുന്ന ഒരു ഭാഗമാണ് ബ്ലൂംസ് ടാക്സോണമി കേട്ടോ. അപ്പോൾ നോക്കാം. ബെഞ്ചമിൻ ബ്ലൂം അലോങ് വിത്ത് കൊളാബറേറ്റേഴ്സ് പബ്ലിഷ് ഇറ്റ് ഇൻ 1956. അപ്പോൾ ഒരു ബ്ലൂംസ് ടാക്സോണമി പബ്ലിഷ് ചെയ്യുന്നത് ഫസ്റ്റായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് 1956 ഇറ്റ് ഈസ് ദി ടാക്സോണമി അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണെന്ന് നമുക്ക് പറയാം. ബ്ലൂം gave a set of 3 hierarchical models which are used to classify educational learning objective. അപ്പോൾ ബ്ലൂം ഒരു 3 ഹയറാർക്കിക്കൽ മോഡലാണ് സജസ്റ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? വിച്ച് ആർ യൂസ്ഡ് ടു ക്ലാസിഫൈ എഡ്യൂക്കേഷണൽ ലേണിംഗ് ഒബ്ജക്റ്റീവ്. ഇപ്പോൾ എഡ്യൂക്കേഷണൽ ലേണിംഗ് ഒബ്ജക്റ്റീവിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് 3 ഹയറാർക്കിക്കൽ മോഡലാണ് ബ്ലൂംസ് പറയുന്നത്, ഈ ഒരു ബ്ലൂംസ് ടാക്സോണമിയിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ പറഞ്ഞു ഈ ഒരു ബ്ലൂംസ് gave a set of 3 hierarchical models which are used to classify educational learning objective എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു കൺസെപ്റ്റും കൂടി അറിഞ്ഞു വെച്ചേക്കാം. അപ്പോൾ എന്താണ് ലേണിംഗ് ഒബ്ജക്റ്റീവ് നമുക്ക് നോക്കാം. ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആർ ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ഡിസ്ക്രൈബ്സ് വാട്ട് എ സ്റ്റുഡൻറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ലേൺ ഫ്രം ദ ലെസൺ. അപ്പോൾ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അത് എന്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്? ഒരു ലെസണിൽ നിന്ന് ഒരു കുട്ടി നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ പറയുന്ന ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് നമ്മൾ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുക. അപ്പോൾ പ്രീവിയസ്ലി ചോദിച്ചതാണ് ബ്ലൂംസ് ടാക്സോണമി ഈസ് ദ ടാക്സോണമി ഓഫ് ഡാഷ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ബ്ലൂംസ് ടാക്സോണമി ഈസ് ദ ടാക്സോണമി ഓഫ് എന്താണ്? എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ. അപ്പോൾ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ അല്ലെങ്കിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ഡിസ്ക്രൈബ് വാട്ട് എ സ്റ്റുഡൻറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ലേൺ ഫ്രം ദ ലെസൺ. ആ ലെസണിൽ നിന്ന് നമ്മൾ എന്താ ഒരു കുട്ടിയിൽ നിന്നും ലേൺ ചെയ്യുന്ന കാര്യം എക്സ്പെക്റ്റ് ചെയ്യുന്നു, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് നമ്മൾ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുകയെന്ന് വിചാരിക്കുക, എൻ്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്താണ്? അപ്പോൾ ഞാനത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ പറയുന്നത് എന്താണ്? എല്ലാവർക്കും ഈ ഒരു കൺസെപ്റ്റ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ല, അതാണ് എൻ്റെ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന്. അത് തന്നെയാണ് നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ മാറ്റുമ്പോൾ നമ്മൾ എന്ത് പറയും? ലേണിംഗ് ഒബ്ജക്റ്റീവ് നമുക്ക് പറയാം. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതാണ് ഈ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി നോക്കൂ. അക്കോർഡിംഗ് ടു ബ്ലൂം ലേണിംഗ് ടേക്സ് പ്ലേസ് ഇൻ 3 ഡൊമൈൻ. അപ്പോൾ ബ്ലൂമിൻ്റെ അഭിപ്രായത്തിൽ ലേണിംഗ് നടക്കുന്നത് 3 ഡൊമൈനിലായിട്ടാണ് പറയുന്നത്. കൊഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടർ ഡൊമൈൻ. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അക്കോർഡിംഗ് ടു ബ്ലൂം ലേണിംഗ് ടേക്സ് പ്ലേസ് ഇൻ 3 ഡൊമൈനിലാണ്: കൊഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടർ ഡൊമൈൻ. ദെൻ ലേണിംഗ് എന്ന് പറയുന്നത് ടേക്സ് പ്ലേസ് ത്രൂ എങ്ങനെയാണ്? ലോവർ ടു ഹയർ എന്ന ലെവലിലാണ്, ലോവർ ലെവൽ ടു ഹയർ ലെവലിലാണ് ലേണിംഗ് നടക്കുന്നത് എന്നാണ് ബ്ലൂംസ് പറയുന്നത് കേട്ടോ. അപ്പോൾ അക്കോർഡിംഗ് ടു ബ്ലൂം ലേണിംഗ് ടേക്സ് പ്ലേസ് ഇൻ എത്ര ഡൊമൈനാണ്? 3 ഡൊമൈനാണ്. എക്സാമിൽ ചോദിച്ചതാണ്. കൊഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടർ. കറക്റ്റായി പഠിച്ചു വെച്ചേക്കുക. കാരണം താഴെ നമുക്കിതുപോലെ ഓപ്ഷൻസിലായിട്ട് തരാറുണ്ട്. താഴെ തന്നതിൽ ബ്ലൂംസിൻ്റെ ടാക്സോണമിയിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു ലേണിങ്ങിൽ വരുന്ന ഡൊമൈൻ അല്ലാത്തത് ഏത് എന്ന് ചോദിക്കാറുണ്ട്. സോ കൊഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടർ ഡൊമൈൻ 3 ഡൊമൈൻ പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കാം. ഈ ഒരു 3 ഡൊമൈനിൽ വരുന്ന മെയിൻ ആസ്പെക്റ്റ് അത് നമുക്ക് പറയാം. കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോഗ്നിറ്റീവ് പരമായിട്ട്, ദാറ്റ് മീൻസ് നമ്മുടെ നോളജും തിങ്കിങ്ങുമായി റിലേറ്റ് ചെയ്ത് വരുന്നതെന്ന് കണക്ട് ചെയ്യുക. ദെൻ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് എല്ലാമാണ് എഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത്. ദെൻ സൈക്കോമോട്ടർ ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൽസ് വരുന്നതാണ് ഈ പറഞ്ഞ സൈക്കോമോട്ടർ ഡൊമൈൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ് നമ്മുടെ ലേണിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കൊഗ്നിറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അടങ്ങിയതാണ് നമ്മുടെ ലേണിംഗ്. സോ അത് കറക്റ്റ് ആണല്ലേ. ദെൻ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊരു കാര്യം പഠിക്കും നമ്മൾ ആറ്റിറ്റ്യൂഡ് വേണം നമുക്ക്. ദാറ്റ് മീൻസ് അവിടെ എന്താണ് എഫക്റ്റീവ് ഡൊമൈൻ അവിടെ
അവിടെ എന്ത് ഇൻവോൾവ് ആവുന്നുണ്ട് അല്ലേ. ദെൻ സൈക്കോമോട്ടോർ ഡൊമൈൻ നമ്മൾ ഓർക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്കിൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തിയുമായി നമ്മൾ കണക്ട് ചെയ്ത്, ദാറ്റ് മീൻസ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം പറയും, നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഒരു നോട്ട് എടുത്ത് അല്ലെങ്കിൽ ഒരു പേപ്പറോ പെൻ്റെ കീഴിൽ നമ്മളൊന്ന് എഴുതി വെക്കാറുണ്ട്. ദാറ്റ് മീൻസ് അവിടെ നിങ്ങളുടെ ഒരു സൈക്കോമോട്ടോർ ഡൊമൈൻ സ്കിൽസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ ഇൻവോൾവ് ആവുന്നുണ്ട് അല്ലേ. സോ ഒരു ലേണിംഗ് നടക്കുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ കോഗ്നിറ്റീവ് ഡൊമൈനും അഫക്റ്റീവ് ഡൊമൈനും സൈക്കോമോ മൂന്നും ഒരു ഇൻ്റർ കണക്റ്റഡ് ആയിട്ടാണ് ലേണിംഗ് നടക്കുന്നത് എന്നാണ് നമ്മുടെ ബ്ലൂംസ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ മെയിൻ പറയുന്ന ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ ഓർത്താൽ മതി, വലിയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മൾ ഈ ഒരു ബ്ലൂംസ് ടാക്സോണമി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമി നമ്മൾ പറഞ്ഞു 3 ഡൊമൈൻ്റെ കാര്യം പറഞ്ഞു. ഇനി കൊഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. അപ്പോൾ 1956 ഇതിൻ്റെ ഒറിജിനൽ ടാക്സോണമി വരുന്നത്. പിന്നീട് 2001 ഇതിൻ്റെ റിവൈസ്ഡ് ടാക്സോണമിയും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒറിജിനൽ ടാക്സോണമിയിൽ കൊഗ്നിറ്റീവ് ഡൊമൈൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ബ്ലൂംസിൻ്റെ ഒറിജിനൽ ടാക്സോണമിയിൽ അത് 1956 വന്ന ഒറിജിനൽ ടാക്സോണമിയിൽ വരുന്നൊരു ക്ലാസിഫിക്കേഷൻ ഏറ്റവും ലോവസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നോളേജ് എന്നുള്ളതാണ്. അപ്പോൾ എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡർ പഠിച്ചിട്ട് ഇത് നമ്മൾ സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നോളേജ്, കോംപ്രിഹെൻഷൻ, അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ, ഇങ്ങനെയാണ് ബ്ലൂംസ് ടാക്സോണമിയുടെ കൊഗ്നിറ്റീവ് ലെവലിൽ വരുന്ന ഒറിജിനൽ ടാക്സോണമിയിൽ വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ലോവർ ഓർഡർ സ്കിൽസ്, ഈ ആദ്യത്തെ 3 നമ്മൾ നോളേജും കോംപ്രിഹെൻഷനും അപ്ലിക്കേഷനും എല്ലാം നമ്മൾ ലോവർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ദെൻ അനാലിസിസും സിന്തസിസും ഇവാലുവേഷനും കുറച്ചും കൂടി ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നോളേജ്, കോംപ്രിഹെൻഷൻ, അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ, ഇതാണ് ബ്ലൂംസിൻ്റെ ടാക്സോണമി കൊഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്ന ഒറിജിനൽ ടാക്സോണമി വരുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏറ്റവും അത് നമ്മുടെ ഒറിജിനൽ ടാക്സോണമിൽ ഏറ്റവും ബേസിക് അല്ലെങ്കിൽ അടിത്തട്ടിൽ വരുന്നത് നോളേജ് ആണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇവാലുവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ബ്ലൂംസിൻ്റെ ടാക്സോണമിയിൽ ഏറ്റവും ഹയസ്റ്റ് വരുന്നത് കൊഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്നത് ഏതാണ്? ഇവാലുവേഷൻ ആണ്. പഠിച്ചു വയ്ക്കാൻ നമ്മൾ എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ നോളേജും കോംപ്രിഹെൻഷനും അപ്ലിക്കേഷനും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലോവർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ആയിട്ടാണ്. ദെൻ അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷനെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ആയിട്ടാണ്. ക്ലിയർ അല്ലേ? ദെൻ ഈ ഒരു ബ്ലൂംസിൻ്റെ ടാക്സോണമിൻ്റെ ഒരു റിവൈസ്ഡ് എഡിഷൻ കൂടി വരുന്നുണ്ട് കേട്ടോ. ദാറ്റ് മീൻസ് ബ്ലൂംസ് ടാക്സോണമി വാസ് റിവൈസ്ഡ് ബൈ ലോറിൻ ആൻഡേഴ്സൺ ഇൻ 2001 ആൻഡ് പബ്ലിഷ്ഡ് ഇൻ ദ ടൈറ്റിൽ എ ടാക്സോണമി ഓഫ് ടീച്ചിങ്, ലേണിംഗ് ആൻഡ് അസസ്മെൻറ്റ്. ഈ ഒരു ബ്ലൂംസ് ടാക്സോണമിയെ ലോറിൻ ആൻഡേഴ്സൺ 2001 റിവൈസ് ചെയ്യുന്നുണ്ട്. ദെൻ പബ്ലിഷ്ഡ് ഇൻ ദി എ ടാക്സോണമി ഓഫ് ടീച്ചിങ്, ലേണിംഗ് ആൻഡ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞ പേരിൽ പബ്ലിഷ് ചെയ്തതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ആണ് നമ്മുടെ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ബൈ ആൻഡേഴ്സൺ ആൻഡ് ക്രാത്ത്വാൾ, റിട്ടേൺ ഇൻ 2001. അപ്പോൾ ഇത് നമ്മുടെ ആൻഡേഴ്സണും ക്രാത്ത്വാളും കൂടിയിട്ടാണ് ഈ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി കൊണ്ടുവരുന്നത് 2001. അപ്പോൾ ഇതിൽ കുറച്ച് മാറ്റങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് അപ്പോൾ ഈ ഒരു ടാക്സോണമി കുറച്ച് ചേഞ്ചസ് എല്ലാം വരുന്നുണ്ട്. ഇത് റീഓർഗനൈസ്ഡ് ആൻഡ് റീഡിഫൈൻ ദ കാറ്റഗറീസ് ഓഫ് ദ ഒറിജിനൽ ഫ്രെയിം. അപ്പോൾ ഒറിജിനൽ ഫ്രെയിം വർക്കിൽ കുറച്ച് കാര്യങ്ങൾ റീഓർഗനൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ റീഡിഫൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ബെറ്റർ റിഫ്ലക്ട് ദ പ്രോസസ്സ്. ആ ഒരു കൊഗ്നിറ്റീവ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് കുറച്ചും കൂടി ബെറ്ററായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാനും ദെൻ ആ ഒരു കാര്യങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ചെറിയൊരു മാറ്റങ്ങളെല്ലാം കൂടി ഒരു റിവൈസ്ഡ് ഒരു ടാക്സോണമി ബ്ലൂംസ് ടാക്സോണമി കൊണ്ടുവരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ വരുന്ന ആ ഒരു ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇതാണ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ബ്ലൂംസ് ടാക്സോണമി 1956 വന്നത് ഇതാണ്. ദെൻ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി 2001 വരുന്നത് നോക്കൂ. ഇതിൽ ഈ നോളേജ് എന്നതിന് പകരം ഇവിടെ എന്തായി? റിമെമ്പറിങ് ആയി. കോംപ്രിഹെൻഷന് പകരം എന്തായി? അണ്ടർസ്റ്റാൻഡിങ് ആയി. അപ്ലിക്കേഷന് പകരം എന്തായി? അപ്ലൈയിങ് ആയി. അനാലിസിസിന് പകരം അനലൈസിങ് ആയി. സിന്തസിസിന് പകരം ഇവാലുവേറ്റിംഗ് ആയി. ഇവാലുവേഷന് പകരം ക്രിയേറ്റിംഗ് ആവും. ദാറ്റ് മീൻസ് ഇവിടെ എന്താവുന്നു? ഈ ഫസ്റ്റത്തെ ഒറിജിനൽ ടാക്സോണമിയിൽ നൗൺ ഫോം ആണ് യൂസ് ചെയ്തതെങ്കിൽ ഈ നൗണിന് പകരം റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്താണ് യൂസ് ചെയ്തത്? വേർബ് ഫോം ആണ് യൂസ് ആവുന്നത്. അതാണ് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരു നൗൺസ് ആയിരുന്നു, നൗൺ ഫോം ആയിരുന്നു ഒറിജിനൽ ടാക്സോണമിയിൽ വരുന്നത്. ദെൻ ഈ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ആകുമ്പോഴേക്കും എന്ത് സംഭവിച്ചു? അവിടെ വേർബ് ഫോമിലോട്ട് മാറുകയാണ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് നോക്കൂ, 2 അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അടുത്തൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ സിന്തസിസ് എന്ന് പറയുന്നതും ഇവാലുവേഷൻ, ഈ 2 സ്റ്റേജസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒറിജിനൽ ടാക്സോണമിയുടെ ഏറ്റവും ഹയസ്റ്റ് ഇവാലുവേഷൻ ആണെങ്കിൽ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ ഏറ്റവും ഹയസ്റ്റ് വരുന്നത് എന്താണ്? ക്രിയേറ്റിംഗ് ആണ്.
ഓക്കെ. അവിടെ ഈ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഏറ്റവും ഒറിജിനൽ ടാക്സോണമി ഏറ്റവും ഹയസ്റ്റ് വരുന്ന ഇവാലുവേഷനാണ്. പക്ഷേ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ആ ഇവാലുവേഷൻ എന്ന് പറയുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 5ാമത്തെ സ്റ്റേജ് ആയിട്ടാണ്. ദാറ്റ് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ ഡിഫറൻ്റ് ആണ്. ദെൻ ഒറിജിനൽ ടാക്സോണമി ഏറ്റവും ഹയസ്റ്റ് ഇവാലുവേഷൻ ആണെങ്കിൽ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ഏറ്റവും ഹയസ്റ്റ് വരുന്നത് ഏതാണ്? ക്രിയേറ്റിംഗ് ആണ്. അപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ ഏറ്റവും ഹയസ്റ്റ് വരുന്ന ലെവൽ ഏതാണ് എന്ന്. ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഏതാണത്? റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഒറിജിനൽ ടാക്സോണമിയിൽ ഇവാലുവേഷൻ ആണ്. റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ എന്ത് പറഞ്ഞു? ക്രിയേറ്റിംഗ് ആണ്. ദെൻ 2 സ്റ്റേജസ് അങ്ങോട്ടും 2 ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ തന്നെ നൗണിൽ നിന്നും എന്തിലോട്ട് മാറ്റി? റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ആകുമ്പോഴേക്കും നൗൺ ഫോമിൽ നിന്ന് വേർബ് ഫോമിലേക്ക് മാറി. ഇതാണ് മെയിനായിട്ട് വരുന്ന 3 ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി അടുത്തത് ഈ പറഞ്ഞ കൊഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്ന ഈ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഇതിന് ഈ ഒരു സംഭവം നോളജ്, ഈ ഒരു കോംപ്രിഹെൻഷൻ പറയുന്ന ആ സംഭവത്തിനുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സുകളാണ്. അപ്പോൾ ഈ ഒരു ലെവൽ എന്താണ് എന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം നോളജ് അല്ലെങ്കിൽ റിമെമ്പറിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ്സ് ദി എബിലിറ്റി ടു റിക്കോൾ ഡാറ്റ ഓർ ഇൻഫർമേഷൻ. നമ്മൾ ഇൻഫർമേഷൻ റിക്കോൾ ചെയ്യുക, ആ ഒരു എബിലിറ്റിനെയാണ് ഈ നോളജ് അല്ലെങ്കിൽ റിമെമ്പറിങ് എന്ന് പറയുന്ന സ്റ്റേജിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദ എബിലിറ്റി ടു റീകോൾ ഡാറ്റ ഓർ ഇൻഫർമേഷൻ റിക്കോൾ ചെയ്യുക. ദാറ്റ് മീൻസ് നോളജ്, ദാറ്റ് മീൻസ് ബേസിക് ലെവലാണല്ലോ. ദെൻ കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ നമുക്കറിയാം ഇതിൽ തന്നെ മീനിങ് ഏകദേശം ഒരുപോലെ, കാരണം നൗണിൽ നിന്നും വേർബ് ഫോമിലോട്ട് മാറി എന്നേ ഉള്ളൂ. അപ്പോൾ മീനിങ് ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ ആ ഒരു കണ്ടൻറ്റ് മീനിങ് ഗ്രാസ്പ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ എന്നതിൽ ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഗ്രാസ്പ് ദ മീനിങ് ഓഫ് ദ കണ്ടൻറ്റ് ആണ്. ദെൻ അപ്ലൈ ചെയ്യുക, ഒരു നമ്മൾ ലേൺ ചെയ്ത കാര്യം പുതിയൊരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുക. അത് തന്നെയാണ് ഇവിടെ അപ്ലൈയിങ് എന്ന് പറയുന്ന സ്റ്റേജിൽ വരുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ടു യൂസ് ലേൺഡ് മെറ്റീരിയൽ ഇൻ ന്യൂ ആൻഡ് കോൺക്രീറ്റ് സിറ്റുവേഷൻ. അപ്പോൾ ഒരു പുതിയൊരു സിറ്റുവേഷനിൽ നമ്മൾ ലേൺ ചെയ്ത മെറ്റീരിയൽ യൂസ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ദെൻ അനാലിസിസ്, നമുക്കറിയാം അനാലിസിസ് എന്ന് പറഞ്ഞ സംഭവം എന്താണ്? അപ്പോൾ കിട്ടിയ കാര്യങ്ങളെല്ലാം ഒരു കുഞ്ഞായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് നല്ല രീതിയിൽ അനലൈസ് ചെയ്യുക, കാര്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യുന്നതാണ് നമ്മൾ അനാലിസിസ്. ആ സെയിം മീനിങ് തന്നെയാണ് ഇവിടെയാണ് കേട്ടോ. സോ ഇവിടെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഫാക്ട് ചെയ്ത് ഒപ്പീനിയൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിക്കും അല്ലേ? സോ അതാണ് ഈ അനലൈസിങ് എന്ന ലെവലിൽ വരുന്നത്. സോ ലേണർ ബിഗൻ ടു അണ്ടർസ്റ്റാൻഡ് ദ അണ്ടർലൈൻ സ്ട്രക്ചർ ഓഫ് നോളജ് ആൻഡ് ഓൾസോ ഏബിൾ ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദി ഫാക്ട് ആൻഡ് ദ ഒപ്പീനിയൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അനാലിസിസ് എന്ന് പറയുന്ന സ്റ്റേജിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നല്ല രീതിയിൽ അനലൈസ് ചെയ്യാൻ, കാര്യമായിട്ടൊന്ന് അനലൈസ് ചെയ്തിട്ട് പിന്നെ ആ ഒരു എന്താ ഡിസ്റ്റിങ്വിഷ് ചെയ്യുക അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുക, ഫാക്ട് ചെയ്ത് ഒപ്പീനിയൻ ചെയ്ത് എന്നുള്ള സംഭവങ്ങളെല്ലാം ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് ഈ അനലൈസിങ്ങിൽ വരുന്നത്. ക്ലിയർ അല്ലേ? ദെൻ ഇവാലുവേറ്റിംഗ് സെയിം തന്നെ, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുക, എന്ത് ചെയ്യുക? ജഡ്ജ് ചെയ്യാനൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. ഹിയർ സ്റ്റുഡൻസ് ക്യാൻ ഏബിൾ ടു ജഡ്ജ്മെൻറ്റ് അബൌട്ട് ദ വാല്യൂസ് ഓഫ് ഐഡിയൽസ്, ഐറ്റംസ്, മെറ്റീരിയൽസ് എക്സെട്ര. നമുക്ക് ജഡ്ജ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റിയാണ് ഇവാലുവേറ്റിംഗ് എന്ന ലെവലിൽ വരുന്നത്. ദെൻ സിന്തസിസ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് നമ്മൾ സിന്തസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ആ ഒരു കുഞ്ഞു പാർട്ടിനെ ഒരുമിച്ച് കമ്പൈൻ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുക? സിന്തസിസ് എന്ന് പറയുക. സോ ദാറ്റ് ഈസ് എബിലിറ്റി ടു കമ്പൈൻ ഡിഫറെൻറ്റ് കമ്പോണൻസിനെല്ലാം എന്താണ് കമ്പൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹോൾ ആയിട്ട് കാണുക, അല്ലെങ്കിൽ എല്ലാം കമ്പൈൻ ചെയ്തിട്ട്. അപ്പോൾ കമ്പൈനിങ് ഓൾ ആൻഡ് ടു പ്രൊവൈഡ് എ ന്യൂ നോളജ്, ആൻഡ് ടു പ്രൊഡ്യൂസ് എ ന്യൂ നോളജ് എന്ന് പറഞ്ഞാൽ പുതിയൊരു നോളജ് പ്രൊഡ്യൂസ് ചെയ്യുക, എല്ലാം കമ്പൈൻ ചെയ്ത് പുതിയൊരു നോളജ് പ്രൊഡ്യൂസ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു ലെവലാണ് സിന്തസിസ് അല്ലെങ്കിൽ ക്രിയേറ്റിംഗിൽ വരുന്നത്. അപ്പോൾ നിങ്ങളിത് ഡീപ്പായിട്ട് പഠിക്കുന്ന കാര്യമില്ല, നമുക്ക് കാരണം ഈ ഒരു വാക്കിൽ തന്നെ അതിൻ്റെ ഒരു മീനിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് താഴെ തന്നെ ഏത് ലെവലിലാണ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം വരുന്നത്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ഏത് ലെവലിലായിരിക്കും വരിക? ഇവാലുവേറ്റിംഗ് എന്ന് പറയുന്ന ലെവൽ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നൊരു സംഭവമാണ്. ദെൻ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ആ പേരിൽ തന്നെയുണ്ട് അല്ലേ? റീകോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ഏതിലായിരിക്കും? നമുക്കറിയാം റീകോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ റിമെമ്പറിങ് അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്ന ലെവലിലാണ്. സോ ആ ഒരു രീതിക്കാണ് ക്വസ്റ്റ്യൻ വരിക. സോ ആ ഒരു മീനിങ് ആ വാക്കിൽ തന്നെ ഉണ്ട്, ആ ഒരു മീനിങ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും, ഒരു വട്ടം വായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു PPT പോലെ കറക്റ്റായിട്ട് ഒരു മീനിങ് കൂടി തരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ കോഗ്നിറ്റീവ് ഡൊമൈൻ കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്? ലേണിംഗ് ടേക്സ് പ്ലേസ് ഇൻ എഫക്റ്റീവ് ഡൊമൈനിൽ നിന്ന് ബ്ലൂം പറയുന്നുണ്ട് അല്ലേ? സോ അപ്പാർട്ട് ഫ്രം കോഗ്നിറ്റീവ് ഡൊമൈൻ ലേണിംഗ് ടേക്സ് പ്ലേസ് ഇൻ എഫക്റ്റീവ് ഡൊമൈൻ ആൻഡ് സൈക്കോമോട്ടർ ഡൊമൈൻ ആൾസോ. അപ്പോൾ നമ്മുടെ കോഗ്നിറ്റീവ് ഡൊമൈനിൽ മാത്രമല്ല ലേണിംഗ് സംഭവിക്കുന്നത്, ലേണിംഗ് ടേക്സ് പ്ലേസ് ഇൻ എഫക്റ്റീവ് ഡൊമൈനിലും സൈക്കോമോട്ടർ ഡൊമൈനിലെല്ലാം സംഭവിക്കുന്നുണ്ട് അല്ലേ? സോ ബെഞ്ചമിൻ ബ്ലൂം 1964 എഫക്റ്റീവ് ഡൊമൈനിൽ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നത് അലോങ് വിത്ത് ഡേവിഡ് ക്രാത്ത്വോൾ ആൻഡ് മാസിയ. അപ്പോൾ ഡേവിഡ് ക്രാത്ത്വോൾ ആൻഡ് മാസിയ, ദെൻ ബെഞ്ചമിൻ ബ്ലൂം
ബ്ലൂം ഇവരൊക്കെ ചേർന്നിട്ടാണ് എഫക്റ്റീവ് ഡൊമൈൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ 1964 തരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മോട്ടിവേഷൻ, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ വാല്യൂസ്, ബിലീഫ് എല്ലാം വരുന്നതാണ് നമ്മുടെ എഫക്റ്റീവ് ഡൊമൈനിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ആറ്റിറ്റ്യൂഡ്, ഫീലിങ്സ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇതൊക്കെ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വാല്യൂസും ആറ്റിറ്റ്യൂഡ്സ് എല്ലാം ഏത് ഡൊമൈനിലാണ് വരിക എന്ന് നമ്മുടെ PYQ ആണ് ഓർക്കുക. അപ്പോൾ നമ്മുടെ വാല്യൂസും ഫീലിങ്സ് എല്ലാം വരുന്നത് ഏതാണ്? എഫക്റ്റീവ് ഡൊമൈനിൽ വരുന്ന കാര്യമാണ് അല്ലേ. സോ അങ്ങനെ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് സ്ഥിരമായി ചോദിക്കുന്നതാണ്. അപ്പോൾ ഇനി നമ്മുടെ ബ്ലൂംസിൻ്റെ എഫക്റ്റീവ് ഡൊമൈനിൽ വരുന്ന ആ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഇതും നമ്മുടെ താഴെ നിന്ന് മേലോട്ടോ സിമ്പിൾ ടു കോംപ്ലക്സ് രീതിയിൽ വരുന്ന ലോവർ ടു ഹയർ ഓർഡർ ആയിട്ട് വരുന്നൊരു സംഭവം തന്നെയാണ്. ദെൻ ഇവിടെ നോക്കൂ, ഇവിടെ വരുന്ന സ്റ്റേജസ് എന്ന് പറയുന്നത് ആദ്യം റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസിങ്, ദെൻ ക്യാരക്ടറൈസിങ് അല്ലെങ്കിൽ ഇൻറ്റേർണലൈസിങ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവൽ താഴ്ന്ന മേലോട്ടാണ് വരുന്നത്. ദെൻ റിസീവിങ്, ആ സ്റ്റേജസ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. റിസീവ് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക, വാല്യൂ ചെയ്യുക, ഓർഗനൈസിങ്, ഇൻറ്റേർണലൈസിങ് അല്ലെങ്കിൽ ക്യാരക്ടറൈസിങ് എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എഫക്റ്റീവ് ഡൊമൈനിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെഡിങ് മാറിപ്പോവരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ താഴെ തന്നതിൽ എഫക്റ്റീവ് ഡൊമൈനിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ അല്ലാത്തത് ഏത് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ വേറെ ഏതെങ്കിലും പോയിന്റ് നമുക്ക് ഇതിൽ കയറി വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കറക്റ്റ് അത് ഏതൊക്കെയാണ് എന്നുള്ള സംഭവം വൃത്തിയായിട്ട് പഠിച്ചു വെച്ചേക്കാണ്. സോ എഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത് ഏതൊക്കെയാണ്? റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസിങ്, ക്യാരക്ടറൈസിങ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു നോട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ റിസീവിങ്, അപ്പോൾ നമ്മൾ പറഞ്ഞു എഫക്റ്റീവ് ഡൊമൈനിൽ വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ്റെ ആദ്യത്തെ ഒരു ലെവൽ എന്ന് പറഞ്ഞ റിസീവിങ് ആണ്. അപ്പോൾ റിസീവ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് ഇവിടെ? ലേണർ ഈസ് വില്ലിംഗ് ടു പേ അറ്റൻഷൻ ആൻഡ് ലിസൺ വിത്ത് റെസ്പെക്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റിസീവിങ് എന്ന് പറയുന്ന ലെവൽ ശരിക്കും പറഞ്ഞാൽ ലേണർ എന്ന് പറയുന്നത് ഒരു പാസീവ് ആയിട്ടുള്ള ലിസണറാണ്. അപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ഒരു ലെവലാണ് റിസീവ് ചെയ്യുക. ജസ്റ്റ് ലേണർ എന്താ? വില്ലിംഗ് ടു പേ അറ്റൻഷൻ അല്ലേ, ശ്രദ്ധയോടുകൂടി കേൾക്കുക. ലിസൺ വിത്ത് റെസ്പെക്ട്, മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്, ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്യാൻ. ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്? ലേണർ എന്ന് പറയുന്ന ഒരു പാസീവ് ആയിട്ടുള്ള ഒരു ലിസണറായിട്ടാണ് ഈ റിസീവിങ് ലെവലിൽ വരുന്നത്. ദെൻ അടുത്ത ലെവൽ എന്താണ്? റെസ്പോണ്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ഇപ്പോൾ റെസ്പോണ്ട് മീൻസ് എന്താ? നമുക്ക് കുറച്ചും കൂടി ആ ഒരു പാസീവിൽ നിന്നും ആക്റ്റീവായിട്ട് പോകാൻ. ദാറ്റ് മീൻസ് ആക്റ്റീവ് റോളാണ് ഇവിടെ ലേണർക്ക് വരുന്നത്. ലേണർ ആക്റ്റീവ്ലി റെസ്പോൺസ് ആൻഡ് പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ ലേണർ എന്ത് ചെയ്യുന്നു? ആക്റ്റീവ്ലി റെസ്പോണ്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന രീതിയാണ്. അപ്പോൾ അടുത്ത ലെവൽ റെസ്പോണ്ടിങ് എന്ന ലെവലിൽ വരുന്നത്. ദെൻ വാല്യൂയിങ് പറഞ്ഞാൽ എന്താണ്? പ്ലേസസ് വാല്യൂസ് ആൻഡ് ബിഹേവിയർ, ഐഡിയ, പേഴ്സൺ, സിറ്റുവേഷൻ. അപ്പോൾ ഇത് വാല്യൂ ചെയ്യുക. അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാൻ നമ്മൾ ഫോർ എക്സാമ്പിൾ ഗുഡ് ഹാബിറ്റ്സും ബാഡ് ഹാബിറ്റ്സും ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു വാല്യൂസ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കുട്ടി എന്ത് ചെയ്യാണ്? ക്ലാസ്സിൽ ക്ലീനായിട്ട് വെക്കുകയാണ് അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഒബേ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു വാല്യൂ കൊടുക്കുകയാണ്. ദാറ്റ് മീൻസ് പ്ലേസസ് വാല്യൂ ഓൺ ബിഹേവിയർ, ഒരു ഐഡിയാസ് ആയിക്കോട്ടെ, പേഴ്സൺസ്, സിറ്റുവേഷൻസ് ഒക്കെ വാല്യൂ ചെയ്യുക. അതാണ് ഇവിടെ വാല്യൂയിങ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അതിനുശേഷം എന്താണ്? ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ പ്രയോറിറ്റീസ്, വാല്യൂസ് ആൻഡ് റിസോഴ്സ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ. അപ്പോൾ ഈ സിമ്പിളായിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ആ ഒരു ലെവലെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഏതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഏതാണ് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രയോറിറ്റീസ് കൊടുക്കുന്ന ഒരു ലെവലാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രയോറിറ്റീസ്, വാല്യൂസ്, അപ്പോൾ ആ ഒരു വാല്യൂസ്, അപ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ ചെയ്ത കാര്യത്തിന് ഒരു ഏതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഏതാണ് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രയോറിറ്റീസ് കൊടുക്കുന്ന ഒരു ലെവലാണ് ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം എന്താണ്? ഇൻറ്റേർണലൈസിങ് വാല്യൂ. അപ്പോൾ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്, ആ ഒരു വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു 4 സ്റ്റേജസിലൂടെ, ഈ പറഞ്ഞ 4 സ്റ്റേജസ് ഒക്കെ കഴിയുമ്പോഴേക്കും ആ ലേണറിന് ആ വാല്യൂ എന്താവുകയാണ്? ഇൻറ്റേർണലൈസ് ചെയ്യാൻ, തൻ്റെ ബിഹേവിയർ ഒരു ഭാഗമാവുകയാണല്ലോ. സോ ഇൻറ്റേർണലൈസിങ് വാല്യൂസ് മീൻസ് വാല്യൂ സിസ്റ്റം ഈസ് ഇൻറ്റേർണലൈസ്ഡ്. അപ്പോൾ ഒരു വാല്യൂ സിസ്റ്റം ഇൻറ്റേർണലൈസ്ഡ് ആൻഡ് ദാറ്റ് കൺട്രോൾസ് ദ ബിഹേവിയർ എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്റ്റേജസ് ആണ് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൽ വരുന്ന ചെറിയ ചെറിയ കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കും. അപ്പോൾ റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസേഷൻ, ഇൻറ്റേർണലൈസിങ്. ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകണം. അടുത്ത ടോപ്പിക്കല്ല, അടുത്ത ഡൊമൈൻ കേട്ടോ. അടുത്ത നോക്കൂ, നമുക്കറിയാം നമ്മളിതുവരെ പഠിച്ചു കോഗ്നിറ്റീവ് ഡൊമൈൻ പഠിച്ചു, അഫക്റ്റീവ് ഡൊമൈൻ പഠിച്ചു. ഇനി അടുത്തത് എന്താണ്? സൈക്കോമോട്ടോർ ഡൊമൈൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈക്കോമോട്ടോർ ഡൊമൈന് മുമ്പ് വിളിച്ചിരുന്ന പേരാണ് കൊണേറ്റീവ് ഡൊമൈൻ കേട്ടോ.
അപ്പോൾ ഏർലിയർ നോൺ ആസ് കൊണേറ്റീവ് ഡൊമൈൻ. അപ്പോൾ സൈക്കോമോട്ടോർ ഡൊമൈനിനെ വിളിക്കുന്ന മറ്റൊരു പേര്, അല്ലെങ്കിൽ മുമ്പ് വിളിച്ചിരുന്നതാണ് കൊണേറ്റീവ് ഡൊമൈൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ സൈക്കോ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കറിയാം കണക്റ്റഡ് ടു മൈൻഡ് എന്ന് പറയാനാണ്. സോ മൈൻഡ് കണക്റ്റഡ് ആണ് സൈക്കോ നമുക്ക് കണക്ട് ചെയ്യാം. ദെൻ മോട്ടോർ എന്ന് പറയുമ്പോൾ നമ്മുടെ മോട്ടോർ സ്കിൽസ്, അല്ലെങ്കിൽ നമ്മുടെ മൂവ്മെൻറ്റ്സ്, നമ്മുടെ ആക്ഷൻസ് എന്നൊക്കെ പറയാം അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ആൻഡ് ഫിസിക്കൽ മൂവ്മെൻറ്റ്സ്. അപ്പോൾ ശരിക്കും ഈ സൈക്കോമോട്ടോർ ഡൊമൈനിൽ വരും നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസിൻ്റെയും ഫിസിക്കൽ മൂവ്മെൻറ്റ്സിൻ്റെയും ഒരു റിലേഷൻഷിപ്പാണ് ഈ സൈക്കോമോട്ടോർ ഡൊമൈനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫിസിക്കലായിട്ട് ഇൻവോൾവ് ചെയ്യുക, ദെൻ നമ്മുടെ മൈൻഡും അല്ലേ, ആ ഒരു രീതിക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക. സോ കോഗ്നിറ്റീവ് ഫങ്ഷൻസിൻ്റെയും ഫിസിക്കൽ മൂവ്മെൻറ്റ്സിൻ്റെയും ഒരു കോമ്പിനേഷൻ, ആ ഒരു റിലേഷൻഷിപ്പാണ് സൈക്കോമോട്ടോർ ഡൊമൈനിൽ വരുന്നത്. അപ്പോൾ ഈ സൈക്കോമോട്ടോർ ഡൊമൈനിൻ്റെ കുറേ ക്ലാസിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പോപ്പുലറൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഡേവിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഡേവിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ സാധാരണ കാണുന്നത്, മിക്ക എക്സാമിനൊക്കെ ചോദിച്ച് കാണുന്നത് കേട്ടോ. അല്ലാതെയും വേറെ ക്ലാസിഫിക്കേഷനൊക്കെ കാണാറുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡേവിൻ്റെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ, ഈ ഒരു ലെവൽസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് ഒരു ബേസിക് നമുക്ക് പോവാം. ഇമിറ്റേഷൻ, മാനിപ്പുലേഷൻ, പ്രിസിഷൻ, ആർട്ടിക്കുലേഷൻ, നാച്ചുറലൈസേഷൻ, ഇത്രയാണ് എന്ത് പറയും നമ്മുടെ ഡേവിൻ്റെ നമ്മുടെ സൈക്കോമോട്ടോർ ഡൊമൈനിൽ വരുന്ന ലെവൽസ്. ഓക്കെ, അപ്പോൾ ഇമിറ്റേഷൻ, മാനിപ്പുലേഷൻ, പ്രിസിഷൻ, ദെൻ ആർട്ടിക്കുലേഷൻ, നാച്ചുറലൈസേഷൻ, ഇതാണ് വരിക കേട്ടോ. അപ്പോൾ ഇമിറ്റേഷൻ, ഇത് ജസ്റ്റ് നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇമിറ്റേഷൻ എന്ന് പറയുന്നത് ഇമിറ്റ് ചെയ്യുക, ദാറ്റ് മീൻസ് ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ കോപ്പി ചെയ്യുക, അതാണ് ഇമിറ്റേഷനിൽ വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിലൂടെ ഈ ഒരു സ്റ്റെപ്പ് ഫുള്ളായിട്ട് പറഞ്ഞു പോകാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡിയ ക്ലിക്ക് ആവാൻ ഹെൽപ്പ് ആവും കേട്ടോ. അപ്പോൾ ഇമിറ്റേഷൻ, അപ്പോൾ ഒബ്സർവ് ചെയ്ത് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ ലേൺസ് ബൈ വാച്ചിങ് ആൻഡ് ഇമിറ്റേറ്റിംഗ് അതേഴ്സ്. വാച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്ത് നമ്മൾ കോപ്പി ചെയ്യുന്ന ഒരു രീതിയാണെന്ന് ഓർക്കുക. ഒബ്സർവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്ന ഒരു രീതിയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കുട്ടിയോട് നമ്മൾ എ എന്ന് എഴുതി കാണിക്കണം. അപ്പോൾ നമ്മൾ എ എന്ന് നമ്മൾ ബോർഡിൽ എഴുതുന്നു, കുട്ടി അതുപോലെ സെയിം അതുപോലെ ജസ്റ്റ് കോപ്പി ചെയ്യുന്നു കേട്ടോ. നമ്മൾ എഴുതുന്ന അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സെയിം ആയിട്ട് എ എന്ന് പറഞ്ഞിട്ട് കോപ്പി ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഇമിറ്റേഷൻ എന്ന് വിചാരിക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കും മാനിപ്പുലേഷൻ. ആക്ഷൻസ് പെർഫോം ത്രൂ മെമ്മറൈസേഷൻ ഓർ ഫോളോയിങ് ഡയറക്ഷൻസ്. അപ്പോൾ മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ കുട്ടിയോട് നമ്മൾ എ എഴുതാൻ പറയുന്ന സമയത്ത് കുട്ടി ഓർത്ത് എഴുതുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ത്രൂ ഇൻസ്ട്രക്ഷൻസ്. ഫോർ എക്സാമ്പിൾ പറയാം, നമ്മൾ എ എഴുതാനൊക്കെ സ്ലാൻഡിങ് ലൈൻസ് ഒക്കെ വെച്ച് നമ്മൾ എ എഴുതാൻ പഠിപ്പിക്കാറുണ്ട് അല്ലേ. സോ അങ്ങനെ ത്രൂ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഓർത്തോർത്ത് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ആ ഒരു സ്റ്റേജിൽ, ആ ഒരു ലെവലിൽ നമ്മൾ എന്ത് പറയാം, മാനിപ്പുലേഷൻ എന്ന് പറയാം. ഓക്കെ, ആക്ഷൻസ് പെർഫോം ത്രൂ മെമ്മറൈസേഷൻ, അല്ലെങ്കിൽ എന്ത് പറയാം, ഫോളോ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻസ് ഫോളോ ചെയ്തിട്ട് നമ്മൾ എഴുതുകയാണെന്ന് വിചാരിക്കുക, ആ ഒരു ലെവലാണ് മാനിപ്പുലേഷൻ. ഇപ്പോൾ കുട്ടികളോട് എ എഴുതാൻ പറയുമ്പോൾ ഓർത്ത് എഴുതുക, അല്ലെങ്കിൽ ത്രൂ ആ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ലൈക്ക് നമ്മുടെ സ്ലാൻഡിങ് ലൈൻസ് ആ ഒരു രീതിക്കൊക്കെ എഴുതി പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, മാനിപ്പുലേഷൻ എന്ന ലെവലിലാണെന്ന് പറയാം. ദെൻ പ്രിസിഷൻ, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുട്ടി എന്താ പ്രിസൈസ് ആയിട്ട് എ എഴുതാൻ പഠിക്കുന്ന ഒരു ലെവലാണ് പ്രിസിഷൻ. അവിടെ അത്രയേ ഉള്ളൂ. പെർഫോമൻസ് ബിക്കംസ് മോർ എക്സാക്റ്റ് ആവും. ദെൻ ആൻഡ് ആക്ഷൻസ് ആർ മോർ പ്രിസൈസ്. അപ്പോൾ എഴുത്ത് കുറച്ചും കൂടി പ്രിസൈസ് ആവുകയാണ്. ദാറ്റ് മീൻസ് അവിടെ പെർഫോമൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എക്സാക്റ്റ് ആയിട്ടും പ്രിസൈസ് ആയിട്ടും വരുവാണ്. ദാറ്റ് മീൻസ് അവിടെ പ്രിസിഷൻ എന്ന ലെവലിലാണ്. ദെൻ ആർട്ടിക്കുലേഷൻ നോക്കാം. സെവറൽ സ്കിൽസ് ക്യാൻ പെർഫോം ടുഗദർ ഇൻ എ ഹാർമോണിയസ് വേ. അപ്പോൾ ആർട്ടിക്കുലേഷൻ ഓർക്കാൻ ഇത്ര ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സംതിങ് ക്രിയേറ്റീവായിട്ട് ആഡ് ചെയ്ത് വരുവാണെങ്കിൽ അവിടെ ഒരു ആർട്ടിക്കുലേഷൻ എന്ന ലെവലിലാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു എയുടെ സെക്ഷൻ തന്നെ പറഞ്ഞ് പോകുവാണ്. അതായത് എ എന്ന് പറയുന്ന സംഭവം നമ്മൾ കുട്ടികളോട് എഴുതാൻ പറയുന്ന സമയത്ത് കുട്ടി സാധാരണ രീതിയിലല്ല ജസ്റ്റ് ഒന്ന് സ്റ്റൈലിഷ് ആയിട്ട് ഇങ്ങനെയൊക്കെ എ എഴുതുന്നു വിചാരിക്കുക കേട്ടോ. കുറച്ച് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് നമ്മൾ സാധാരണ എ എഴുതാനും പഠിപ്പിച്ചു, പക്ഷേ പതിന് കുട്ടി എന്ത് ചെയ്തു, കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് കുറച്ച് ക്രിയേറ്റീവായിട്ടൊക്കെ ഒരു എ എഴുതിയെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ എ എഴുതുവാണെങ്കിൽ ആ ഒരു ലെവലാണ് നമുക്ക് ആർട്ടിക്കുലേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സംതിങ് ക്രിയേറ്റീവ് ഉള്ള സംഭവം ഒന്ന് അടങ്ങി വരുവാണ്, ഒന്ന് ആഡ് ചെയ്ത് വരുവാണെങ്കിൽ നമ്മുടെ ആർട്ടിക്കുലേഷൻ എന്ന ലെവൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം കേട്ടോ. ദെൻ അടുത്ത് നോക്കൂ, നാച്ചുറലൈസേഷൻ. ഈ നാച്ചുറലൈസേഷനാണ് നമ്മുടെ ഈ പറഞ്ഞ സൈക്കോമോട്ടോർ ഡൊമൈനിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത്. ഇതും നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ബേസിക് ഇമിറ്റേഷനാണ്, ഏറ്റവും ഹയസ്റ്റ് നാച്ചുറലൈസേഷനാണ്. അപ്പോൾ ഇവിടെ ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ അച്ചീവ്ഡ് വിത്ത് ആക്ഷൻസ് ബിക്കം സെക്കൻഡ് നേച്ചർ. അപ്പോൾ നമ്മൾ ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് നാച്ചുറലൈസേഷനിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു എയുടെ കേസിന് വിചാരിക്കാം, നമ്മൾ കുട്ടികളോട് എ എഴുതാൻ പറയുകയാണെങ്കിൽ വിത്തൗട്ട് എനി സ്ട്രെസ് പെട്ടെന്ന് ആ കുട്ടി കറക്റ്റായിട്ട് എ എഴുതുവാൻ. ദാറ്റ് ഈസ് എന്താണ്, കുട്ടിക്ക് ആ സംഭവം നന്നായിട്ട് മനസ്സിലായി, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് വിത്തൗട്ട് എനി സ്ട്രെസ് കുട്ടി നാച്ചുറലായിട്ട് എന്ത് ചെയ്യാണ്, എ എന്ന് എഴുതുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ എന്ത് ചെയ്യും, ഒരു ഓർഡർ ഒന്ന് നോക്കി ആദ്യം നമ്മൾ എന്ത് ചെയ്തു, കുട്ടി എന്ത് ചെയ്തു, ഇമിറ്റേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഓർത്ത്, അല്ലെങ്കിൽ ഫസ്റ്റ് കുട്ടി എന്ത് ചെയ്യുക, ആദ്യം ജസ്റ്റ് ടീച്ചർ എന്താണോ എഴുതി ഞാൻ ബോർഡ് നോക്കി അങ്ങനെ എഴുതും അല്ലേ.
പിന്നീട് ഫസ്റ്റ് ഒന്ന് കുട്ടി കോപ്പി ചെയ്തു, പിന്നെ അത് റീകോൾ ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിലൂടെ, അതാണ് സെക്കൻഡ് സ്റ്റേജിൽ കുട്ടി എ എഴുതും. ദെൻ കുറച്ച് കഴിയുമ്പോഴേക്കും കുട്ടി കുറച്ച് പ്രിസൈസ് ആയിട്ട് എ എഴുതാൻ പഠിക്കും. അതിനുശേഷം ആകുമ്പോഴേക്കും കുട്ടി കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടൊക്കെ എഴുതാൻ പഠിക്കും. അതിനുശേഷം നാച്ചുറലൈസേഷൻ എന്ന ലെവലിലാകുമ്പോഴേക്കും കുട്ടി എന്ത് ചെയ്യാണ്, എ എന്ന് കേൾക്കുമ്പോൾ തന്നെ അപ്പം തന്നെ അടിപൊളിയായിട്ട് അങ്ങനെ എഴുതുക. ദാറ്റ് മീൻസ് ഒരു സ്ട്രെസ്സോ ഒന്നുമില്ലാതെ തന്നെ വിത്തൗട്ട് എനി സ്ട്രെസ് നാച്ചുറലായിട്ട് എഴുതുക അല്ല. അവിടെ ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ് അച്ചീവ്ഡ് ആണ്. വിത്ത് ആക്ഷൻസ് ബിക്കം സെക്കൻഡ് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ് അച്ചീവ്ഡ് എന്നുള്ള കാര്യം ഓർത്താലും മതി. അവിടെ നാച്ചുറലായിട്ട് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് കുട്ടി കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ലെവലാണ് നാച്ചുറലൈസേഷൻ എന്ന് ഓർത്താലും മതി. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ലെവൽ ഇങ്ങനെ ഓർക്കുക: ഇമിറ്റേഷൻ, മാനിപ്പുലേഷൻ, പ്രിസിഷൻ, ആർട്ടിക്കുലേഷൻ, നാച്ചുറൽ. ഈ 5 ലെവൽ കറക്റ്റായിട്ട് ഓർഡറിൽ ഓർക്കുക. ദെൻ ഇതിൽ ഹയസ്റ്റ് വരുന്നത് ഏത് അത് ഓർക്കണം, ഏറ്റവും ലോവസ്റ്റ്. ഇതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടി ആ ഒരു സംഭവം ഓരോ ലെവൽ എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബ്ലൂംസ് ടാക്സോണമിയിൽ ഒന്നും കൂടി ജസ്റ്റ് ഓട്ടിച്ചൊന്ന് പറയാം. നമ്മുടെ കൊഗ്നിറ്റീവ് ഡൊമൈൻ്റെ ഒറിജിനൽ ടാക്സോണമിയിൽ ഏറ്റവും ബേസിക് എന്താണ്, നോളേജാണ്. ഏറ്റവും ഹയസ്റ്റ് വരുന്നത് ഇവാലുവേഷൻ ആണെങ്കിൽ, റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ ഏറ്റവും ഹയസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണ്, ഏറ്റവും ഹയസ്റ്റ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ ഏതാണ്, ക്രിയേറ്റിംഗ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പം അതിൻ്റെ മീനിങ് ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ദെൻ എഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലെ, ആറ്റിറ്റ്യൂഡ് ഫീലിങ്സ് എല്ലാം വരുന്നതാണ് എഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് എന്താണ്, റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസിങ്, ക്യാരക്ടറൈസിങ് എന്നാണ് ഈ ലെവൽ. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതിൽ ഹയസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഇൻറ്റേർണലൈസിങ് വാല്യൂസ് എന്ന് പറയുന്നതാണ് നമ്മുടെ എഫക്റ്റീവ് ഡൊമൈനിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്നത്. ലോവസ്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്, റിസീവിങ് എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് വിളിക്കുന്ന മറ്റൊരു പേര് അല്ലെങ്കിൽ ഏർലിയർലി നോണസ് എന്താണ്, മുമ്പ് അറിയപ്പെട്ടിരുന്നത് കൊണേറ്റീവ് ഡൊമൈൻ എന്നാണ്. ഇതിൽ ലോവർ ലെവലായിട്ട് വരുന്നത് ഇമിറ്റേഷൻ ആണ്. ഇത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്നത് നാച്ചുറലൈസേഷൻ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എക്സാമിന് തിരിച്ചു മറിച്ചൊക്കെ എക്സാമിന് പല രീതിയിൽ ചോദിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ബ്ലൂംസ് ടാക്സോണമി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തൊരു ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ ബ്ലൂംസ് ടാക്സോണമി കഴിഞ്ഞു, അടുത്ത ടോപ്പിക്കിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കോമൺ പെഡഗോജിയെ നിങ്ങൾക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മളിങ്ങനെ മാരത്തോൺ പോലെ എടുത്ത് പോകുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ആണ്. സോ ഇങ്ങനെ മിക്സഡ് ആയിട്ട് ഒരു ടോപ്പിക് കഴിഞ്ഞു അടുത്ത രീതിക്ക് എന്നാണ് പോവുക കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ചോദിക്കുന്ന ഒരു സംഭവമാണ് സോഷ്യോമെട്രി. സബ്ജക്റ്റിനകത്തും നമ്മുടെ സൈക്കോളജിനകത്തും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. സോഷ്യോമെട്രി ഡെവലപ്പ് ചെയ്തത് ആരാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. ജാക്കബ് എൽ മൊറീനോ ആണ് സോഷ്യോമെട്രി ഡെവലപ്പ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് എന്ത് മെഷർ ചെയ്യുന്നത്, സോഷ്യൽ റിലേഷൻഷിപ്പ്. ഇത്ര മതി. നമ്മുടെ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇത്ര പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ സോഷ്യോമെട്രി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദെൻ ഡെവലപ്പ് ചെയ്തത് ജാക്കബ് എൽ മൊറീനോ. ഈ ഒരു 3 കാര്യങ്ങൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു മാർക്ക് നമുക്ക് ഉറപ്പാണ്. ഇങ്ങനെ തന്നെയാണ് നമുക്ക് എക്സാമിൽ ചോദിക്കുന്ന ഒരു സംഭവം കേട്ടോ. അപ്പോൾ സോഷ്യോമെട്രി ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഫോർ മെഷറിംഗ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് പീപ്പിൾ മേക്ക് ചോയ്സസ് ഇൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അത് നമുക്ക് അത്രയ്ക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം മാത്രം നമുക്ക് മതി. നമുക്ക് പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട് ഈ ഒരു അടിവരയിട്ടൊരു സോഷ്യൽ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്ന പറ്റുന്ന ടെക്നിക്ക് ഏതാണ് എന്ന് എക്സാമിന് ചോദിച്ചാണ്. ദെൻ ഹൂ ഡെവലപ്ഡ് സോഷ്യോമെട്രി, അതും ഡയറക്റ്റായിട്ട് ചോദിച്ചാണ്. അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റായ പെയർ ഏത് എന്നൊക്കെ ചോദിക്കുന്നതാണ് ഈ ജാക്കബ് എൽ മൊറീനോ സോഷ്യോമെട്രി. ഓക്കെ അല്ലേ? ഇനി അടുത്ത് സോഷ്യോമെട്രിയിൽ വരുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് സ്റ്റാർ, ക്ലിക്ക്, മ്യൂച്വൽസ്, ഐസൊലേറ്റ്സ്. അപ്പോൾ ഈ സോഷ്യോമെട്രി നമ്മൾ പറഞ്ഞു സോഷ്യൽ റിലേഷൻഷിപ്പൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിലാണ് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കുട്ടികളോട് നമ്മൾ ലീഡറിനെ തിരഞ്ഞെടുക്കാൻ പറയുന്ന ഒരു ക്ലാസ് കുട്ടികളോട് പറയുകയാണ് വിചാരിക്കും. കുട്ടികളോട് പറയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ക്ലാസ് ലീഡറാവാൻ പറ്റിയ ആളെ നിങ്ങളൊന്ന് പേര് എഴുതി വെക്കുക എന്ന് പറയുകയാണ്. നമ്മൾ ചില കുട്ടികൾ മിക്കവാറും നിങ്ങൾ ഓരോരുത്തർ പേര്, എന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ എഴുതിയ ഒരു പേരുണ്ടാവും അല്ല. കാരണം എന്തായിരിക്കാം, മേ ബി ആ കുട്ടി നല്ല രീതിയിൽ എല്ലാവരുമായിട്ടും ഇടപഴകാൻ കഴിവുള്ളൊരു കുട്ടിയായിരിക്കാം അല്ല. സോ അങ്ങനെ എല്ലാവരും സെലക്ട് ചെയ്ത കുട്ടിയെ നമ്മൾ എന്തെന്ന് വിളിക്കാം, സ്റ്റാർസ് എന്ന് വിളിക്കാം. ഓക്കെ. അപ്പോൾ ഹു ആർ ചൂസൺ ബൈ മനി. അപ്പോൾ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിറയെ പേര് ചൂസ് ചെയ്ത വ്യക്തി നമ്മൾ എന്ത് പറയും, സ്റ്റാർസ് എന്ന് പറയും. ജസ്റ്റ് നമ്മൾ ഒരു ക്ലാസ് റൂമിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ക്ലാസ് ലീഡറിനെ തിരഞ്ഞെടുക്കാമെന്ന് വിചാരിക്കുക. നമ്മൾ കുട്ടികളോട് പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ ക്ലാസ് ലീഡർ ആവാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് എഴുതുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ എല്ലാവരും ഓരോരോ പേര് എഴുതും. ജസ്റ്റ് നമ്മൾ എല്ലാവരുടെ റിസൾട്ട് നോക്കിയിടും. ഏതെങ്കിലും ഒരാളുടെ പേര് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്ത ഒരു വ്യക്തി ഉണ്ടാവും അല്ലേ. സോ അതായിരിക്കും നമ്മുടെ ആ ക്ലാസ്സിൽ ഹീറോ. ദാറ്റ് മീൻസ് ഹീറോ എന്ന് പറഞ്ഞാൽ പഠിത്തത്തിലോ അല്ലെങ്കിൽ വേറെ ഒന്നിലും അല്ല, മറ്റുള്ളവർ ഇടപഴകാൻ നല്ല കഴിവുള്ള ആൾ നമ്മൾ ലീഡറായിട്ട് തിരഞ്ഞെടുക്കുക. സോ ആ ഒരു ബേസിക്കലി അല്ലേ. സോ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് ദാറ്റ് ഈസ് ദ പേഴ്സൺ ഹു ഇസ് ചൂസൺ ബൈ മെനി എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാം, സ്റ്റാർസ് എന്ന് പറയാം.
കിട്ടിയല്ലോ. ഇനി അടുത്ത് നോക്കൂ, ഇനി ക്ലിക്സ് എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. ക്ലിക്സ് എന്ന് പറയുമ്പോൾ ഹു ആർ ചൂസൺ എക്സ്ക്ലൂസീവ്ലി ബൈ ദംസെൽസ്. അപ്പോൾ നമ്മൾ 5, 8, 4 ഇപ്പോൾ 3 റോൾ നമ്പർ കുട്ടികളാണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ 5, 8 എന്താണ് ചൂസ് ചെയ്യണം. കാരണം മേ ബി നമ്മളൊരു സീറ്റ് ആരുടെ കൂടെ ഇരിക്കാനാണ് താല്പര്യം എന്ന് ചോദിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു ടാസ്ക് കുട്ടികളോട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരുടെ കൂടെ ഇരിക്കണം അവർ റോൾ നമ്പർ കൂടെ എഴുതുക എന്ന് പറയണം. 5, 8 സെലക്ട് ചെയ്യുന്നു, 8, 4 കൂടെ ഇരിക്കണം പറയും, 4, 5 അപ്പം ഒരു ട്രയാങ്കിൾ പോലെ. അല്ലെങ്കിൽ ശരിക്കും എന്താണ് അവരവരെ മാത്രം സെലക്ട് ചെയ്യുകയാണ്. ആ ഒരു രീതിക്കാണ് നമ്മൾ എന്തെന്ന് പറയാം, ക്ലിക്ക് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഹു ആർ ചൂസൺ എക്സ്ക്ലൂസീവ്ലി ബൈ ദംസെൽസ്. അപ്പോൾ 5, 8 സെലക്ട് ചെയ്യുന്നു, 8 അപ്പോൾ ജസ്റ്റ് ഒരു ഗ്രൂപ്പ്, ഒരു ചെറിയൊരു കുഞ്ഞു ഗ്യാങ് പോലെ വരുന്നു അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്ലിക്കുകൾ എന്ന് പറയാം. ദെൻ മ്യൂച്വൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, 2 ഇൻഡിവിജ്വൽസ് ചൂസ് ആൻഡ് റെസിപ്രോക്കൽ. ദെൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എയും ബിയും 2 കുട്ടികളാണ് വിചാരിക്കുക. അപ്പോൾ എ ബീനെ സെലക്ട് ചെയ്യും, ബി എനെ സെലക്ട് ചെയ്യും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, ആ രീതിക്കാണെങ്കിൽ നമ്മൾ എന്ത് പറയാം, മ്യൂച്വൽസ് എന്ന് പറയും കേട്ടോ. സോ 2 ഇൻഡിവിജ്വൽസ് ചൂസ് ആൻഡ് റെസിപ്രോക്കൽ, എ ബീനെ സെലക്ട് ചെയ്യുന്നു, ബി എ സെലക്ട് ചെയ്യുന്ന രീതിക്കാണെങ്കിൽ നമ്മൾ എന്ത് പറയാം, മ്യൂച്വൽസ് എന്ന് പറയാം. ദെൻ ഐസൊലേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹു ആർ നോട്ട് ചൂസൺ ബൈ എനിബഡി. അപ്പോൾ ആർക്കും വേണ്ടാത്തല്ല, അല്ലെങ്കിൽ ആരും അത്ര പെട്ടെന്ന് ഇഷ്ടപ്പെടാത്ത ഒരു കുട്ടി ചിലപ്പോൾ മേ ബി ഒക്കെ ഉണ്ടാവാം അല്ലേ, അവനെയാണ് നമ്മൾ എന്ത് പറയാം, ഐസൊലേറ്റ്സ് എന്ന് പറയാം. ഹു ആർ നോട്ട് ചൂസൺ ബൈ എനിബഡി, ആരും ചൂസ് ചെയ്യാത്ത ഒരു കുട്ടി കേട്ടോ, അതാണ് നമ്മൾ ഐസൊലേറ്റ് എന്ന വാക്കിൽ തന്നെ ഐസൊലേറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആവില്ല. അപ്പോൾ ക്ലിക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാർ എന്ന് പറയുമ്പോൾ ഹു ആർ ചൂസൺ ബൈ മെനി ആണെങ്കിൽ സ്റ്റാർ ആണ്. ക്ലിക്ക് എന്ന് പറയുമ്പോൾ ഹു ആർ ചൂസൺ എക്സ്ക്ലൂസീവ്ലി ബൈ ദംസെൽസ് ആണെങ്കിൽ ക്ലിക്ക് എന്ന് പറയും. മ്യൂച്വൽസ് എന്ന് പറയുമ്പോൾ 2 ഇൻഡിവിജ്വൽസ് ചൂസൺ റെസിപ്രോക്കലി, അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ. ഐസൊലേറ്റ്സ് എന്ന് പറയുമ്പോൾ ഹു ആർ നോട്ട് ചൂസൺ ബൈ എനിബഡി. ഈ സംഭവം ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ എക്സാമിൽ ചോദിച്ചിട്ടു കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ആക്ഷൻ റിസർച്ച്. അപ്പോൾ ആക്ഷൻ റിസർച്ച് ഒരുപാട് ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ആക്ഷൻ റിസർച്ചുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്, സ്റ്റീഫൻ എം കോറിയാണ് ഡെവലപ്പ് ചെയ്തത്. ആ ഒരു പോയിന്റ് പഠിച്ചു വെച്ചേക്കുക. ദെൻ ആക്ഷൻ റിസർച്ചിൻ്റെ സ്റ്റെപ്സ് ആണ് തന്നേക്കുന്നത്. അതിൽ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഈ ഒരു സംഭവം ചോദിച്ച് കാണുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ആക്ഷൻ റിസർച്ച് ഈസ് എന്ന് മട്ടിങ്ങനെ ചോദിക്കാറുണ്ട്. സോ മനസ്സിലാക്കി വെച്ചേക്കാം. ആക്ഷൻ റിസർച്ച് ഡെവലപ്പ് ചെയ്തത് ആരാണ്, സ്റ്റീഫൻ എം കോറി. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ആക്ഷൻ റിസർച്ചിൻ്റെ സ്റ്റെപ്സ്: ഐഡൻറ്റിഫൈ എ പ്രോബ്ലം, സ്പെസിഫൈങ് ദ പ്രോബ്ലം, ലിസ്റ്റിംഗ് പ്രോബബിൾ കോസസ് ഓഫ് ദ പ്രോബ്ലം, ഹൈപ്പോത്തസിസിങ്, ദെൻ ആക്ഷൻ പ്ലാൻ, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്. ഇതാണ് നമ്മൾ സാധാരണ ആക്ഷൻ റിസർച്ച് സ്റ്റെപ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈയിങ് എ പ്രോബ്ലം ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പറഞ്ഞു പോവാണ്, വാരി വലിച്ചൊന്നും പറയില്ല. മെയിൻ പോയിൻറ്റ്സ് മാത്രം പഠിച്ചു പോവുക. കാരണം ഇനി കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പെഡഗോജി സെഷനിൽ 30-ൽ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ട സംഭവങ്ങൾ മാത്രം തിരഞ്ഞു പിടിച്ചാണ് തരുന്നത് കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് നമ്മുടെ കൺസ്ട്രക്റ്റിവിസം റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാറുണ്ട്. നമ്മുടെ സൈക്കോളജിയുടെ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പിലായിക്കോട്ടെ, നമ്മുടെ സബ്ജക്റ്റിനകത്ത് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഐഡിയ എന്താണ്, കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഐഡിയ ഒന്ന് എല്ലാവരും മനസ്സിലാക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൺസ്ട്രക്റ്റിവിസം അപ്രോച്ച് ആണ് അല്ലേ. സോ ദ ടേം കൺസ്ട്രക്റ്റിവിസം റെഫേഴ്സ് ടു ദ ഐഡിയ ദാറ്റ് ലേണേഴ്സ് ഇൻഡിവിജ്വലി കൺസ്ട്രക്ട് meaning and knowledge from experiences or for themselves as they learn. അപ്പോൾ പറയുന്നത് കൺസ്ട്രക്റ്റിവിസത്തിൽ പറയുന്ന ലേണേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റും, നോളേജ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ? ത്രൂ ദ എക്സ്പീരിയൻസിലൂടെ. അവരൊരു കാര്യം ലേൺ ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു മീനിങ്സ് അല്ലെങ്കിൽ നമ്മുടെ നോളേജ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്ന ഒരു മെയിൻ ഐഡിയ ആണ് കൺസ്ട്രക്റ്റിവിസത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ ഫീഡിങ്ങിലൂടെ കൊടുക്കുന്നതല്ല, പകരം അവർക്ക് നോളേജ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും ത്രൂ ദയർ റിയൽ വേൾഡ് എക്സ്പീരിയൻസിലൂടെ എന്നാണ് പറയുന്നത്. സോ ലേണിംഗ് ഈസ് കൺസ്ട്രക്റ്റഡ് ത്രൂ മീനിങ് ഫുൾ റിയൽ വേൾഡ് എക്സ്പീരിയൻസ്. അപ്പോൾ റിയൽ വേൾഡ് എക്സ്പീരിയൻസിലൂടെ മീനിങ് ഫുൾ ആയിട്ടുള്ള റിയൽ വേൾഡ് എക്സ്പീരിയൻസിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോളജ് കൺസ്ട്രക്ട് അല്ലെങ്കിൽ അവർക്ക് ലേണിംഗ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ആക്കും എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മളുടെ ഒരു കൺസ്ട്രക്റ്റിവിസത്തിൽ അതുകൊണ്ടാണ് നമ്മുടെ ഒരു ലെക്ചർ മെത്തേഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പകരം എന്താണ് നമ്മൾ പറഞ്ഞു, റിയൽ വേൾഡ് എക്സ്പീരിയൻസിലൂടെയാണ് അവർ നോളേജ് കൺസ്ട്രക്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, നമ്മൾ റിയൽ വേൾഡ് എക്സ്പീരിയൻസ് കൊടുക്കണം. ദാറ്റ് മീൻസ് നമ്മുടെ ലേണിംഗ് എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു റിയൽ വേൾഡ് ആയിരിക്കണം. നമുക്ക് റിയൽ ഹാൻഡ് എക്സ്പീരിയൻസ് കൊടുക്കുന്ന രീതിയിലൊക്കെ ആവണം അല്ലേ. സോ അതുകൊണ്ട് തന്നെ റിയൽ ഹാൻഡ് എക്സ്പീരിയൻസ്, പ്രോജക്റ്റ് മെത്തേഡ്, അങ്ങനത്തുള്ള മെത്തേഡ്സിനൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി അടുത്തത് കുറച്ച് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത് ആ പേരുകളൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ നോളജ് ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്. അപ്പോൾ
പ്രിൻസിപ്പിൾസ് ഓഫ് കൺസ്ട്രക്റ്റിവിസം ആണ്. അപ്പോൾ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ 10 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നോളേജ് എന്ന് പറഞ്ഞാൽ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ് എന്ന് പറയുന്നത്. ദെൻ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, ആക്റ്റീവ് പ്രോസസ്സ് ആണ് പറയുന്നത്. ദെൻ ലേണിംഗ് ഈസ് ഇൻ്റർപ്രറ്റീവ് ആണ്, റിക്കേഴ്സീവ് ആണ്, ഒരു ബിൽഡിംഗ് പ്രോസസ്സ് ആണ് എന്ന് പറയുന്നു. അപ്പോൾ ലേണിംഗ് ദെൻ നോളേജ് എന്ന് പറഞ്ഞാൽ നോട്ട് എ ഫിക്സ്ഡ് ഒബ്ജക്റ്റ്. നോളേജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫിക്സ്ഡ് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് അല്ല എന്നാണ് പറയുന്നത്. സോ നോളേജ് ഈസ് നോട്ട് എ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ല. ദെൻ പീപ്പിൾ ലേൺ ടു ലേൺ ആസ് ദേ ലേൺ. അപ്പോൾ ജനങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ എന്താണ്, ലേൺ ടു ലേൺ ആസ് ദേ, അവർ ലേൺ ചെയ്യുന്ന സമയത്ത് അവർ എങ്ങനെ ലേൺ ചെയ്യുന്നുള്ള കാര്യം അവർ പഠിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. സോ പീപ്പിൾ ലേൺ ടു ലേൺ ആസ് ദേ ലേൺ എന്ന് പറയുന്നുണ്ട്. ദെൻ റിഫ്ലക്റ്റീവ് ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. ദറ്റ് മീൻസ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ദെൻ ലേണിംഗ് ഇൻവോൾവ് ലാംഗ്വേജ്. അപ്പോൾ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. സോ ലേണിംഗ് നമുക്ക് എന്ത് വേണം, ഉറപ്പായി എന്ത് വേണം, ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ ലേണിംഗ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ ഈ സാധാരണ ചെറിയ കുട്ടികളിലൊക്കെ നമ്മൾ ചില സ്കൂളിലൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പഠിപ്പിക്കാറുണ്ട്. ആ സമയം കുട്ടികൾക്ക് ഒന്നും മനസ്സിലാവാതെ വരും. അങ്ങനെയൊക്കെയാണ് പിന്നീട് എന്തായാലും നമ്മൾ മിക്കവാറും നമ്മുടെ പ്രൈവറ്റ് സ്കൂളിലൊക്കെ ആദ്യമൊക്കെ ഫുള്ളി ഇംഗ്ലീഷ് അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ ഇപ്പോൾ കമ്പൽസറി ആക്കിയിട്ടില്ല. അപ്പോൾ അത് ചെറിയ കുട്ടികൾക്ക് എന്താണ്, അവർ മദർ ടങ്കിൽ വേണം പഠിപ്പിക്കാൻ. കാരണം എന്താണ്, അവിടെ കുട്ടികൾക്ക് മനസ്സിലാവണമെങ്കിൽ അവിടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലേണിംഗ് ഇൻവോൾവ്സ് ലാംഗ്വേജ്. ലാംഗ്വേജിനോട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. ദെൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞു. ലേണിംഗ് ഈസ് കോൺടെക്സ്ച്വൽ ആണെന്ന് പറയുന്നത്. ദെൻ വൺ നീഡ്സ് നോളേജ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ലേൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് നോളേജ് വേണം എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. ദാറ്റ് മീൻസ് ഇവിടെ പ്രീവിയസ് നോളേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് ഓർത്താലും മതി കേട്ടോ. ഇനി ഇതാണ് ഒരു 10 പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. മേ ബി നമ്മുടെ എക്സാമിലൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ജനറൽ ആയിട്ടൊരു ടോപ്പിക് തന്നെയാണ്. ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ജനറൽ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് ചോദിക്കുക കേട്ടോ. ഇനി അടുത്തത് കൺസ്ട്രക്റ്റിവിസ്റ്റ് മെത്തേഡ്സ് ഓഫ് ലേണിംഗ്. അപ്പോൾ നമ്മുടെ ലേണിങ്ങിൽ തന്നെ കൺസ്ട്രക്റ്റിവിസ്റ്റ് മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ഉണ്ട്. അപ്പോൾ ദർ ആർ 2 ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കൺസ്ട്രക്റ്റിവിസം. അപ്പോൾ നമ്മുടെ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുമ്പോൾ 2 ഫോം ഉണ്ട്. ഒന്ന് കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ഉണ്ട്, ഒന്ന് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഉണ്ട് കേട്ടോ. ഇത് രണ്ടിലും കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ മെത്തേഡ്സ് ഓഫ് ലേണിംഗ് സപ്പോർട്ടഡ് ബൈ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ്. അപ്പോൾ ഈ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, അത് ഓർക്കുക. ഡിസ്കവറി മെത്തേഡ്. അപ്പോൾ നമുക്ക് നമ്മുടെ നോളേജും മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് കൊഗ്നിറ്റീവ് ഡൊമൈനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വരുന്ന സംഭവമുണ്ട്. ഡിസ്കവറി ലേണിംഗ്, ബ്രെയിൻ സ്റ്റോമിങ്, കൺസെപ്റ്റ് മാപ്പിംഗ് എന്നൊക്കെ വരുന്നത് നമ്മുടെ ഈ പറഞ്ഞ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് കേട്ടോ. ദെൻ മെത്തേഡ്സ് ഓഫ് ലേണിംഗ് സപ്പോർട്ടഡ് ബൈ സോഷ്യൽ കൺസ്ട്രക്റ്റീവ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ ഇൻറ്ററാക്ഷനിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ റെസിപ്രോക്കൽ ടീച്ചിങ്, നമ്മുടെ വൈഗോട്സ്കി ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് ഈ പറഞ്ഞ റെസിപ്രോക്കൽ ടീച്ചിങ്ങും പിയർ ടീച്ചിങ്ങും അതുപോലെ തന്നെ പ്രോബ്ലം ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ എല്ലാം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് മെത്തേഡ്സ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കൊഗ്നിറ്റീവ് സാധാരണ നമുക്ക് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസമും ഉണ്ട്, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവും ഉണ്ട്. ദെൻ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഈ ബ്രെയിൻ സ്റ്റോമിങ്, ഡിസ്കവറി ലേണിംഗ്, കൺസെപ്റ്റ് മാപ്പിംഗ് ഒക്കെ ഇതിൽ പെടുന്നതാണ്. ദെൻ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ടീച്ചിങ്, പിയർ ടീച്ചിങ്, പ്രോബ്ലം ബേസ്ഡ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ്. ഓക്കെ, ഇതും നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൂംസ് ടാക്സോണമി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ഇങ്ങനത്തെ ദെൻ അതിനുശേഷം വന്ന ആക്ഷൻ റിസർച്ചും ഇതെല്ലാം തന്നെ വൃത്തിയായിട്ടൊന്ന് ആ ഒരു പേരുകളൊക്കെ ഓർക്കുക. ദെൻ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ബേസിക് ഐഡിയ മനസ്സിലാക്കുക കേട്ടോ. സോഷ്യോമെട്രിയുടെ പേര് നമ്മുടെ ആരാണ് എന്നുള്ള കാര്യം വ്യക്തമായി പഠിക്കണം. കാരണം നമുക്ക് എക്സാമിൽ ചോദിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ജയിൽ മൊറീനോ അങ്ങനെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചോദിക്കാം. ഇത് നമ്മുടെ കേറ്റഡ് കാറ്റഗറി 3 ഇനി ഏകദേശം പഠിച്ച് കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ചും കൂടി ഉണ്ട്. എവിടെ തുടങ്ങണം എന്ന് അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് ഒരു 400 ക്വസ്റ്റ്യൻസിലൂടെ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മുടെ സനാസ് എഡ്യൂട്ടിപ്സിന് ക്വസ്റ്റ്യൻ ബാങ്ക് അവൈലബിൾ ആണ്. സ്ക്രീൻ കാർഡ് നമ്പറിലോട്ടൊന്ന് വാട്സാപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വരാം. അപ്പോൾ ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സജസ്റ്റ് ചെയ്യുക, ദെൻ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക്. കീപ്പ് വാച്ചിങ്. താങ്ക് യു.